24 മണിക്കൂറിൽ എന്നെ പറ്റിയുള്ള എല്ലാ വീഡിയോയും പിൻവലിച്ചിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ കേസുമായി മുന്നോട്ട് പോകും എന്നുള്ള രീതിയിൽ ഒരു പെൺകുട്ടി അൽത്താഫ് വ്ലോഗ്, അതുൽ, അതുപോലെ തന്നെ കേസ് എന്ന് പറയുന്ന യൂട്യൂബർമാർക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സംഭവം വളരെ സിമ്പിൾ ആണ്. ഞാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. ഞാൻ ഈ വീഡിയോക്കകത്ത് ആരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ പെൺകുട്ടിയുടെ പേരോ മുഖമോ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് അവരുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ അവി വ്ലോഗ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ചെട്ടുളക്കരക്കാരനൊരു പയ്യനാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. പലരും ഫോളോ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. ഞാൻ പണ്ടേ ഫോളോ ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പൊ ഈ ഒരു ഡിയോയില് വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴും വലിയ പ്രായമൊന്നുമില്ല, എനിക്കൊന്ന് 10-25 വയസ്സുള്ളതെന്ന് തോന്നുന്നു. അന്നൊരു 10-18 വയസ്സായപ്പോഴത്തേന് ഡിയോയില് ഈ രാജ്യം മുഴുവൻ കറങ്ങുന്ന രീതിയിലൊരു പോക്ക് പോയത്. അന്ന് നമ്മൾ എല്ലാവരും കൗതുകമായിരുന്നു. കോവിഡിനൊക്കെ മുമ്പൊക്കെ ആണെന്നാണ് എന്റെ ഓർമ്മ. ആ സമയത്തൊക്കെ എല്ലാവർക്കും ഒരു കൗതുകമാണ്, സംഭവം കൊള്ള അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ അരുൺ സ്മോക്കി ഈ പയ്യന്റെ കാശൊന്നും ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അതൊരു ഹെൽമെറ്റ് ഒക്കെ കൊടുത്തായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ അന്ന് ഓർക്കുന്നുണ്ട് ഞാനിങ്ങനെ. അങ്ങനെ അവിയെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. അവി ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോവും, ഭയങ്കര നിഷ്കളങ്കമായിട്ട് കൊച്ചു പയ്യനെടുത്ത് സംസാരിക്കും, കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ്. അതിനുശേഷം അവിയുടെ കല്യാണം കഴിക്കുന്നു, ഭാര്യയായിട്ടും ഇതുപോലെ പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നു. ഇവരുടെ ഡെയിലി ലൈഫ് പിന്നെ വ്ലോഗിലേക്ക് വരുന്നു. ആദ്യമൊക്കെ ട്രാവൽ വ്ലോഗ് ആയിരുന്നെങ്കിലും പിന്നെ അവർ കോണ്ടന്റ് ഡെയിലി വ്ലോഗ്സിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവര് അവി ഈ ഒരു വർഷത്തിന് ശേഷമാണ് ഇപ്പൊ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അവിയുടെ ചാനലിനകത്ത്. മോറൽ ഓഫ് ദ സ്റ്റോറി, ബ്രേക്കപ്പ് ആയോ എന്നുള്ള രീതിയിൽ അവി തന്നെ ഒരു ചോദ്യവും ഒക്കെ ആയിട്ട് ഒരു മറുപടി എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഈ അവിയുടെ ചാനൽ കയറി നോക്കി കഴിഞ്ഞാൽ അവി ഭയങ്കര ഡൗൺ ആയിട്ടുള്ള രീതിയിൽ കാണാം. നേരത്തെ കണ്ട അവി അല്ല നമുക്ക് ഈ വീഡിയോക്കകത്ത് കാണാൻ പറ്റുന്നു. അപ്പൊ എന്തോ മാനസികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അവിയുടെ പ്രസന്റേഷൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ചെട്ടിളക്കര അമ്പലത്തിലൊക്കെ പോയിരിക്കുന്നു. അവിടെ അമ്പലത്തിലെ കുളത്തിലെ മീനിനെ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുന്ന ചില കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ അടുത്താണ് ചെട്ടിളങ്ങര അമ്പലം. അപ്പൊ നമുക്ക് അവി തൊട്ടടുത്ത വീട്ടിലൊരു പയ്യൻ എന്നുള്ള രീതിയിൽ ഫീൽ തോന്നാറുണ്ട് ഈ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ. നമ്മുടെ നാടൊക്കെയാണ് പുള്ളി കൂടുതലും കാണിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താ കാര്യം എന്നറിയാനുള്ള എല്ലാ മലയാളികളെ പോലുള്ള ഒരു ആഗ്രഹം നമുക്കും ഉണ്ടാവുമല്ലോ. അങ്ങനെ അവര് എന്തോ തരത്തിലുള്ള പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് സംഭവം അവസാനിക്കുന്നത്. പക്ഷെ ഈ വീഡിയോ വന്നതിന് ശേഷം ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പലപ്പോഴും ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ അൽത്താഫിന്റെ അല്ലെങ്കിൽ അതുലിന്റെയോ അല്ലെങ്കിൽ കേസിന്റെയോ വീഡിയോ പൂർണ്ണമായി കണ്ടില്ല. ഇവരെന്താണ് പറഞ്ഞതെന്ന് അറിയില്ല. പക്ഷെ പെൺകുട്ടി 24 മണിക്കൂറിനുള്ളിൽ ഇത്തരത്തിലുള്ള വീഡിയോ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ അതെന്തായാലും അവർ തമ്മിലുള്ള പ്രശ്നമാണ്, അത് അവിടെ നിൽക്കട്ടെ, അവർ തമ്മിൽ എന്താണ് എന്നുള്ള രീതിയിൽ പോകട്ടെ. പക്ഷെ ഈ അവിയുടെ വീഡിയോ വന്നതിന് ശേഷം ആ പെൺകുട്ടിക്ക് നേരെ വലിയ രീതിയിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ കമന്റ് ബോക്സ് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ പെണ്ണിന്റെ പല്ല് വരെ ആ ചെറുക്കൻ ശരിയാക്കി, ഒരു മെനയായപ്പോൾ ചെറുക്കനെ ഇട്ടേച്ച് പോയി എന്നുള്ള രീതിയിലൊക്കെയാണ് ആൾക്കാർ കമന്റ് ചെയ്യുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, അവൾ ഇനി എവിടെ പോയാലും ഗതി പിടിക്കില്ല. അവൾക്കും അവളുടെ വീടിനും വേണ്ടിയാണ് നീ ചോര നീരാക്കിയത്. അത് അവൾ മറന്നാലും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളാരും മറക്കില്ല എന്നുള്ള രീതിയിലൊക്കെ കമന്റ് വരുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നില്ല മോനെ, ദുഷ്ട, അവളുടെ പല്ല് കമ്പിയിട്ട് ഒരു കോലമാക്കിയെടുത്തു. മോന്റെ കൂടെ കൂടിയപ്പോഴാണ് അവൾക്കൊരു മെന വന്നത്. അവൾ ആഗ്രഹിച്ച വില കൂടിയ പട്ട് സാരി, ബൈക്ക്, അങ്ങനെ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്താണ് മോൻ മുടിഞ്ഞത്. ഈ ക്രൂരതയ്ക്ക് കാലം മാപ്പ് കൊടുക്കില്ല. മോൻ മുടങ്ങാതെ വീഡിയോ ഇടണമെന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള കമന്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ കമന്റിനെതിരെ ഈ പെൺകുട്ടി ആ വീഡിയോക്കകത്ത് സംസാരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കമന്റ് ഇട്ടവർക്കെതിരെ നടപടിയെടുക്കും എന്നുള്ള രീതിയിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പൊ ആൾക്കാർ ഇത്തരത്തിലുള്ള കമന്റ് ഇടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മള് ഈ അടുത്ത കാലത്ത് കണ്ടാണ് ഒരു ഫാമിലിയുടെ ഇഷ്യൂ. ഭയങ്കര സ്നേഹത്തോടെ പാട്ടും ബഹളവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനും മോളും ഒക്കെ ആയിട്ട് ഉമ്മ കൊടുക്കുന്ന ഒരു ഫാമിലി. അവർ പെട്ടെന്ന് ഫാമിലി തമ്മിൽ വഴക്കിടുന്നു, ആൾക്കാർ തന്നെ ഞെട്ടുന്നു. ഇത് ഡെയിലി വ്ലോഗ്സ് ആണ് ഇവർ ഇട്ടുകൊണ്ടിരുന്നത്. ഇവർ തമ്മിലുള്ള സ്നേഹമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തുകാരാണെന്നാണ് എന്റെ ഓർമ്മ. നിങ്ങൾക്കറിയായിരിക്കും, ഒരു പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ. അപ്പൊ ഈ വിഷയമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഞെട്ടി. ഇതിനൊക്കെ കൂടുതലും സ്ത്രീകളാണ് കണ്ടുകൊണ്ടിരുന്നത് ഇവരുടെ ചാനൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് ഞെട്ടാൻ തുടങ്ങി. എന്താണ് ഈ സംഭവിക്കുന്നത്? ഒരു ദിവസം കൊണ്ട് ഇവരിങ്ങനെ തമ്മിൽ തല്ലുന്നോ, അല്ലെങ്കിൽ ഒരു ഡെലിവറിയുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് കുട്ടിയെ കാണുമ്പോൾ ആൾക്കാർ വരുന്നില്ല എന്നുള്ള രീതിയിൽ വലിയ ചർച്ച വരികയും വലിയ രീതിയിൽ ആൾക്കാർ അതിന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് പക്ഷം പിടിച്ചോട്ട് ഭയങ്കര പ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഡെയിലി വ്ലോഗ്സ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫാമിലി മെമ്പർ പോലെ ആയിപ്പോ. മനസ്സിലായില്ലേ? ഇവരുടെ വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ പറയുക. എന്ത് സംഭവിച്ചാലും വീട്ടിനുള്ളിൽ എന്ത് സംഭവിക്കുന്നത് എടുത്ത് ഡെയിലി വ്ലോഗ്സ് ഇടും. ഇത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഇവര് പിന്നെ പറയും നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പറയും. കാരണം ഇവര് ഫുള്ള് ഒരു മറയുമില്ലാതെ വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ എടുത്ത് ഡെയിലി വ്ലോഗ്സിൽ പബ്ലിഷ് ചെയ്യും. അവസാനം നാട്ടുകാരെന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ, നാട്ടുകാരെന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായം പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിനകത്ത് അർത്ഥമുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അപ്പൊ ഇതുപോലെ ബോഡി ഷെയിം ചെയ്യുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ ഈ പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കുക എന്നുള്ള മാന്യത കാണിക്കണം. നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും, വഴക്കുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും.
അതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, പരസ്പരം ഒരു മുറിയിലേക്ക് ഇരുന്ന് സംസാരിച്ച് തീർക്കുകയാണ് പലയിടത്തും ചെയ്യാറുള്ളത്. പക്ഷെ യൂട്യൂബിൽ ഡെയിലി ലൈഫ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ പരിപാടി എന്താ വെച്ചാൽ ഇവർ ഒരു ക്യാമറ ഒക്കെ ഓൺ ആക്കിയിട്ട് ഇവർ ഇരുന്നിട്ട് വീട്ടിലെ പേഴ്സണൽ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന കരയും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ തെറ്റുകാരാവുന്ന ഒരു അവസ്ഥ പിന്നീട് ഉണ്ടാവും, എന്തെങ്കിലും കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ. അത്തരത്തിലുള്ള പല പരിപാടിയും നമ്മൾ അടുത്ത കാലത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഡെയിലി വ്ലോഗ്സ് ചെയ്യുന്ന ആൾക്കാർ ഈ പേഴ്സണൽ ലൈഫ് എടുത്ത് കണ്ടന്റ് ആക്കുമ്പോൾ തന്നെ അടുത്ത മാസം 26-ാം തീയതി ആകുമ്പോൾ നല്ലൊരു പേയ്മെന്റ് ഇവരുടെ അക്കൗണ്ടിലും വരും. അതായത് ഇവരവരുടെ ഇമോഷൻസ് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ടീമാണ്. ആ ഇമോഷൻസ് ആൾക്കാർ കാണാൻ നേരത്ത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും എന്തുണ്ടാവും, പ്രതികരണം ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കാം. കഴിയുന്നത് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിർത്തുക എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. ഇപ്പൊ അബി ആയാലും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയായാലും ഇവർക്ക് രണ്ടുപേർക്കും ചാനലുണ്ട്. രണ്ടിനകത്ത് ഒരു 4 ലക്ഷത്തിനകത്ത് ഫോളോവേഴ്സ് അബിക്കും ഉണ്ട്, മറ്റേ ആ പെൺകുട്ടിക്ക് 70,000-ഓളം ഫോളോവേഴ്സും ഉണ്ട്. ഇവരുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ പേഴ്സണൽ ലൈഫ് ആൾക്കാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇവരുടെയൊക്കെ കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ അബി എവിടെ, ഞങ്ങൾ പിരിഞ്ഞോ, ഡേ ഇൻ അവർ ലൈഫ് എന്നുള്ള രീതിയിൽ ഈ പെൺകുട്ടി തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, നിങ്ങളുടെ കാര്യത്തിൽ ആരും ഇടപെടരുത് എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അത് 100% ശരിയാണ്. നിങ്ങൾ ഇപ്പം ഡിവോഴ്സ് ആവും, അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഈ പേഴ്സണൽ ലൈഫിൽ കാണുന്ന ഒരാളായിരിക്കത്തില്ല ചിലപ്പം റീൽസിലോ അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ടി വിയിലോ സിനിമയിലോ കാണുന്ന ഒരു വ്യക്തി വ്യത്യസ്തമായിരിക്കും, അഭിനയമായിരിക്കും മഹാഭൂരിപക്ഷവും. പക്ഷെ വീട്ടിനുള്ളിൽ ഇരിക്കുന്ന വ്യക്തി വേറെ ആയിരിക്കും. നിങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊക്കെ കാണും. ചിലപ്പോൾ നിഷ്കളങ്കനായിട്ട് അഭിനയിക്കുന്നതായിരിക്കും ചിലരൊക്കെ, അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ ഭയങ്കര പ്രശ്നക്കാരനായിട്ട് അഭിനയിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് കാണിക്കുന്നതായിരിക്കും. പക്ഷെ വീട്ടിലൊക്കെ ചിലപ്പോൾ പാവമായിരിക്കും, വീട്ടിൽ ചിലപ്പോൾ ക്രൂരനായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള ക്യാരക്ടറായിരിക്കും മനുഷ്യന്മാർ. പക്ഷെ ഇങ്ങനെ നിങ്ങൾ പറയാറുണ്ട് നിങ്ങളുടെ കാര്യത്തിലേക്ക് ഇടപെടരുത് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ വീട്ടിലുള്ള കാര്യങ്ങൾ മുഴുവൻ നാട്ടുകാരെ അറിയിക്കുന്നത് എന്തിനാണ്? ഒരു പേഴ്സണൽ ലൈഫ് എപ്പോഴും എല്ലാവർക്കും വേണ്ടേ? ഇവിടെ തന്നെ ആ പെൺകുട്ടിയുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അവി എവിടെ, ഞങ്ങൾ പിരിഞ്ഞു എന്നുള്ള രീതിയിൽ തമ്മിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ തമ്മിൽ കൊടുത്തത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്? വ്യൂ അല്ലേ, ആൾക്കാർ വന്ന് കാണണം ഞങ്ങൾ പിരിഞ്ഞോ ഇല്ലയോ എന്ന് ആൾക്കാരിൽ ഒരു സംശയം ഉണ്ടാക്കിയിട്ട് അവർ വന്ന് കണ്ട് അതിൽ നിന്നും നമുക്ക് റവന്യൂ ഉണ്ടാക്കണം എന്നുള്ളതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിൽ നിന്നും സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കണം എന്നുള്ള രീതിയിലല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇതുപോലെ തമ്മിലിട്ട് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നാട്ടുകാരെ അറിയിച്ച് അതൊരു വലിയൊരു വ്യൂ ഉണ്ടാക്കി സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി ഒരു പ്രൈവറ്റ് ലൈഫ് പബ്ലിക് ആക്കി കൊടുത്ത് ആൾക്കാർക്ക് ഇടപെടാനും കമന്റ് ഇടാനും അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് അടുത്ത കാലത്തായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടിയാണ്. ഇപ്പം കേസ് ആയാലും അതുൽ ആയാലും അൽത്താഫ് ആണെങ്കിലും വീഡിയോ ഇട്ടത് എന്താണെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവർ പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. യൂട്യൂബ് ചാനലിൽ വലിയ രീതിയിൽ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരുടെ പേഴ്സണൽ ലൈഫ് പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് കാണാനും പ്രതികരിക്കുന്ന രീതിയിലേക്കും വ്യൂ ചെയ്യുന്നുള്ള ആൾക്കാർ വന്നിരിപ്പുണ്ട്. നിങ്ങളെ പിന്തുണയ്ക്കുന്നവരുണ്ട്, നിങ്ങളെ എതിർക്കുന്നവരുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എപ്പോഴും ഇപ്പം ആ പെൺകുട്ടി പറഞ്ഞ പോലെ ഇതെന്നെ ഞങ്ങളുടെ പേഴ്സണൽ ലൈഫാണ്, ഇത് ഞങ്ങൾക്ക് മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങൾ പരസ്പരം കുടുംബപരമായിട്ട് തീർക്കേണ്ട പ്രശ്നമാണ്, അതിൽ നിങ്ങൾ ഇടപെടണ്ട എന്ന് പറയുന്നത് ശരിയാണ്. ഇത് തന്നെയാണ് നിങ്ങൾ നേരത്തെയും ചെയ്യേണ്ടിയിരുന്നത്. ഞങ്ങൾ ബ്രേക്കപ്പ് ആയോ, ഞങ്ങൾക്ക് എന്തു പറ്റി, ഞങ്ങൾ പിരിഞ്ഞോ, ഇത്തരത്തിലുള്ള ക്യാപ്ഷനൊക്കെ ഇട്ട് ആൾക്കാരെ കയറ്റി എന്തിനു വേണ്ടിയാണ്? ഇപ്പം ഡെയിലി വ്ലോഗ്സ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതുപോലെ കൂടുതലും ചെയ്യുന്നത്. ഡെയിലി വ്ലോഗ്സ് ചെയ്യുന്ന ആൾക്കാരുടെ ചാനലൊക്കെ കയറി നോക്കിയാൽ മനസ്സിലാവും എവിടെയെങ്കിലും ഒരു കുടുംബ വഴക്ക് കാണും, ഇത് പബ്ലിഷ് ചെയ്യും, നാട്ടുകാരെ മുഴുവൻ അറിയിക്കുന്ന ഒരു പരിപാടി. നാട്ടുകാർ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ പ്രശ്നം. ഇപ്പൊ പെൺകുട്ടി പറഞ്ഞതിനകത്ത് ഞാൻ യോജിക്കുന്നുണ്ട്. ഇവരുടെ പേഴ്സണൽ ലൈഫാണ്, ഇവർ സംസാരിക്കേണ്ടതാണ്, അവരുടെ ജീവിതമാണ്. അവരെ അത് കോർട്ടിലോ അല്ലെങ്കിൽ ഇപ്പം ഫാമിലി കോർട്ടുണ്ട് അവിടെയൊക്കെ പോയാൽ തീർക്കട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സംസാരിച്ച് തീർക്കട്ടെ, അവരുടെ ഫാമിലി സംസാരിച്ച് തീർക്കട്ടെ. 3-മതോ 4-മതോ മറ്റൊരാളിലേക്ക് എത്തേണ്ട കാര്യമൊന്നുമില്ല. അതേസമയം നിങ്ങൾ തന്നെയാണ് എന്ത് ചെയ്തത്? നിങ്ങളുടെ വ്യക്തി ജീവിതം സോഷ്യൽ മീഡിയ വഴി വിറ്റഴിച്ചത്. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന് നിങ്ങൾ പിരിഞ്ഞോ ഇല്ലയോ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമല്ലേ? അതെന്തിനാ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടത്? ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ എന്നെ അവൻ അത് ചെയ്തു, എന്നെ അവൾ അത് ചെയ്തു, എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്, ഇത് ഞങ്ങളുടെ പഴയ വീട്ടിൽ, ഇത് ഞങ്ങളുടെ കട്ടിലാണ്, ഞങ്ങൾ റൂമിൽ വന്നപ്പോൾ ആ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കയറി കണ്ട മനസ്സിലാവും. അങ്ങനെ ഭയങ്കര പ്രശ്നം, ആ ഭാര്യ തല്ലി എന്നൊക്കെ പറഞ്ഞത് എന്തൊക്കെ ബഹളമായിരുന്നു. ഇപ്പൊ അവർക്ക് ആർക്കും മിണ്ടാട്ടമില്ല. ഒരു കാര്യം കഴിഞ്ഞപ്പോഴത്തേന് നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് പരസ്പരം ചെളി വാരി എറിഞ്ഞ് ആലമ്പും ബഹളം ഉണ്ടാക്കി. ഇപ്പൊ അവർക്ക് മിണ്ടാട്ടമില്ല. ഇത് നേരത്തെ നിങ്ങളൊക്കെ ചെയ്താൽ പോരെ? നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ലോകത്തോട് വിളിച്ചു പറയാതിരിക്കുക. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് ചോദിക്കും, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇവര് പേഴ്സണൽ ലൈഫ് വിളിച്ചു പറഞ്ഞിട്ട് നാട്ടുകാരെ ഒരു ഫാമിലി പോലെ ആക്കും, വീട്ടിലെ കാര്യങ്ങളെല്ലാം പറയും.
എന്നിട്ട് വേറൊരു ഇഷ്യൂ വരാൻ നേരത്ത് എന്നാൽ നിങ്ങളൊന്നും ഇടവേണ്ട, ഇത് ഞങ്ങളുടെ വ്യക്തി ജീവിതമാണ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ പേഴ്സണൽ ലൈഫും പബ്ലിക് ലൈഫും രണ്ടായിട്ട് മാറ്റുക. ഇത് എല്ലാ വീട്ടിലുള്ള കാര്യമാണ്, എല്ലാ വീട്ടിലുള്ള കാര്യമാണ്. യൂട്യൂബിൽ നിന്ന് ഒരു പേയ്മെന്റ് കിട്ടുമെന്നുള്ള പേരിൽ ദയവ് ചെയ്ത് വ്യക്തി ജീവിതം കൊണ്ടൊന്ന് യൂട്യൂബിൽ കച്ചവടം ചെയ്യരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ആ പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ പ്രൈവസി ആവശ്യമാണ്. അപ്പൊ അത്തരത്തില് അതിനകത്തേക്ക് ഇനി കടന്നു കയറി ആരും അവരുടെ ഫോട്ടോസ് യൂസ് ചെയ്യുന്നുണ്ട് പലരും, അത് ഒഴിവാക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവരുടെ ഫാമിലി അവർ പറഞ്ഞു തീർക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.